ഹലോ ഗായ്സ്, എല്ലാവർക്കും ലാല ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഈ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടത് എന്തിനാന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ഒരു യാത്ര പോകാനാ. എവിടേക്കെന്നറിയോ? വിശാഖപട്ടണം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം അരക്ക് വാലി എന്ന് പറയും. നമ്മളെ വയനാട് പോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റും പല കാര്യങ്ങളും വയനാടായിട്ട് ഭയങ്കര സിമിലാറിറ്റി തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ബോറ കേവ്സിലേക്കാണ് കേട്ടോ. അവിടെ കയറുന്ന സമയത്ത് തന്നെ ഒത്തിരി സാധനങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും വാങ്ങിച്ചില്ല ഗൈസ്. വേഗം ഓടിപ്പോയി ടിക്കറ്റൊക്കെ എടുത്തു. വേഗം ഗുഹയിലേക്ക് പോകാനുള്ള തിടുക്കായിരുന്നു ഞങ്ങൾക്ക്. പോയി നോക്കുമ്പോൾ നല്ല തിരക്കും. ആ തിരക്ക് കാരണം കൊണ്ട് തന്നെ നടക്കാൻ തന്നെ വയ്യായിരുന്നു. പിന്നെ നല്ല സ്ലിപ്പറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, വീഴുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉള്ളോട്ട് പോകും തോറും ആരെയും കാണാൻ പറ്റുന്നില്ല, സൗണ്ട് മാത്രം. കുറേ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ നമ്മളും പോവുക. അങ്ങനെ തന്നെ കുറേ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് വെളിച്ചം കണ്ടപ്പോൾ കുറേ ചറപ്രാന്ന് സെൽഫി എടുത്തു. പിന്നെ കുറേ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഒരു എണീന് പോലത്തെ ഒരു സ്റ്റെപ്പ്, അതിലേക്ക് കുറേ ആൾക്കാർ വലിഞ്ഞു കയറുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം ഞാനും ഹസ്സും കുഞ്ഞും കൂടെ എങ്ങനെയൊക്കെയോ വലിഞ്ഞതിൻ്റെ മുകളിൽ കയറി ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ നല്ല ഡിഫിക്കൽട്ടായിരുന്നു ആ സ്റ്റെയർ കയറാൻ വേണ്ടിയിട്ട്. നല്ലോണം പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. കയറി നോക്കുമ്പോൾ അവിടെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, എന്തായാലും വന്നതല്ലേ, ഇത്ര കഷ്ടപ്പെട്ട് വന്നതല്ലേ, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി ഗൈസ്. പിന്നെ ഞങ്ങളെ ലക്ഷ്യം റിസോർട്ടായിരുന്നു. നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോയി കണ്ടുപിടിച്ചിട്ടൊക്കെ റിസോർട്ട് കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ചൊരു റിസോർട്ടാണ് ഈ ഗുഡ് മോർണിംഗ് റിസോർട്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു 1000 റുപ്യ ബഡ്ജറ്റിലാണ് ഈ റിസോർട്ട്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള നല്ലൊരു റൂമൊക്കെ ഉള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ. രാത്രി ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണം നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിസോർട്ടുകാർ തന്നെ അറേഞ്ച് ചെയ്യും. ഈ ക്യാമ്പ് ഫയറൊക്കെ അവർ തന്നെ കേട്ടോ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫുൾ ഹിന്ദിക്കാരപ്പരാണ് ഞാൻ പോയത്. എനിക്ക് ആദ്യമൊന്നും ഹിന്ദി ഒന്നും ഒട്ടും അറിയില്ലായിരുന്നു. പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ ഒരു സുഖമാണല്ലോ അല്ലേ. സെക്കൻഡ് പാർട്ട് മിസ് ചെയ്യരുത് കേട്ടോ.